हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗം 27-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. പ്രശാന്തമനസം ഹീന്യം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. മലയാളം: രജോ ഗുണമകന്നോരു ശാന്തമാനസനാം മുനി ഉത്തമം പാപനിർമുക്തം ബ്രഹ്മസൗഖ്യമണഞ്ഞിടും. 26-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, മനസ്സ് ചഞ്ചലമാണ്, അസ്ഥിരമാണെങ്കിൽ ഒരു സാധകൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന്. എല്ലാറ്റിൽ നിന്നും, ഇന്ദ്രിയങ്ങളിൽ നിന്ന് മുഴുവനും മനസ്സിനെ മാറ്റി നിർത്തണം. അവയെ ഒരു എങ്ങനെയെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. ഇനി അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ, ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ഉറച്ചു നിർത്തിയാൽ എന്താണ് ഗുണം എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ശാന്തരജസം പ്രശാന്തമനസം അകൽമഷം ബ്രഹ്മബോധം ഏനം യോഗിനം ഉത്തമം സുഖം ഉപൈതി. രജോമാലിന്യങ്ങൾ ശാന്തരജസം എന്നാണ്. രജോമാലിന്യങ്ങൾ നീക്കി മനസ്സ് മനസ്സ് വളരെ ശാന്തമായിട്ട് വെച്ചിരിക്കുകയാണ്. അകൽമഷം വാസനകളെല്ലാം തീർന്നു. ബ്രഹ്മബോധം ഏനം യോഗിനം ബ്രഹ്മത്വം പ്രാപിച്ച ഈ യോഗിയെ ഉത്തമ സുഖം ഉപൈതി, ഈ യോഗി ഉത്തമ സുഖം പ്രാപിക്കുന്നു. ഇപ്പം ധ്യാനാഭ്യാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധ്യാനം തുടർന്നു കഴിഞ്ഞാൽ മനസ്സിന് മറ്റ് വിഷയങ്ങളോടുള്ള താല്പര്യം കുറയും. ധ്യാനത്തിന് ഒരു കോൺസെൻട്രേഷൻ കിട്ടും, ഏകാഗ്രത കിട്ടും, മനസ്സ് ശാന്തമാവാൻ തുടങ്ങും. അങ്ങനെ വിഷയങ്ങളിലേക്കുള്ള പ്രവാഹം മുഴുവനായിട്ടും നിലയ്ക്കുമ്പം മനസ്സ് തന്നെ ഇല്ലാണ്ടാവുന്നതാണ്. മനസ്സ് തന്നെ പരമാത്മാവിലെ ലയിക്കുന്നു. അങ്ങനെ ജീവൻ ബ്രഹ്മമായിട്ട് മാറുന്നു. ഇവിടെ ശാന്തരജസം അകൽമഷം എന്ന് പറയുന്നത് മുഴുവനായിട്ടും തൻ്റെ വാസനകൾ നീങ്ങിയ ഒരവസ്ഥയാണ്. അങ്ങനെ താൻ ആത്മാവാണ് എന്ന സത്യം ജീവൻ മനസ്സിലാക്കുന്നു. അപ്പം എപ്പോഴും മനസ്സുണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ മനസ്സും എപ്പോഴും തന്നെ നിലനിൽക്കുന്നതാണ്. ജീവനാണ് ആ ധ്യാനം തുടങ്ങുന്നത്. പിന്നീട് മനസ്സ് തന്നെ ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നറിഞ്ഞ് ആ ആത്മാവിൽ തന്മയീഭവിക്കുന്നു, അല്ലെങ്കിൽ കൂടിച്ചേരുന്നു. അങ്ങനെ ബ്രഹ്മമായി തീരുന്നു. അങ്ങനെ ബ്രഹ്മമായി തീർന്നിട്ടുള്ള ഒരു മഹാത്മാവിനെയാണ് ബ്രഹ്മഭൂതൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ബ്രഹ്മഭൂതം അകൽമഷം. ഇനി ഒന്നും കൂടെ അടുത്ത പദ്യത്തിൽ ഇത് വിവരിച്ചു കൊടുക്കുകയാണ്. യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷ സുഖേന ബ്രഹ്മസംസ്പർശ അത്യന്തം സുഖമശ്നുതേ. 28-ാമത്തെ ശ്ലോകമാണ്. മലയാളം: സമാധിയിലുറച്ചല്ല കന്മഷം വിട്ടു നീങ്ങവേ നിത്യസൗഖ്യത്തിനാധാരം നിത്യാനന്ദമണഞ്ഞിടും. ഈ യോഗ പരിശീലനം കൊണ്ട് മനസ്സ് നിർമ്മലമായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ അതിലിങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ട് ബ്രഹ്മസാക്ഷാത്കാരം, ആനന്ദം, പരമാനന്ദം നേടാൻ വേണ്ടി പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ഉയരുകയാണ്. അങ്ങനെ മനസ്സിങ്ങനെ വികസിച്ച് ഇനി അവസാനം എന്ന് പറയണ മാതിരി അതിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ജീവൻ ബലൂണ് പൊട്ടി എയർ പുറത്ത് പോകുന്ന പോലെ ആ ജീവൻ പെട്ടെന്ന് ഇത് മനസ്സിൽ നിന്ന് ഒഴിവായി പരമാത്മാവിൽ ലയിച്ച് ഒരു അങ്ങേയറ്റത്തെ ആനന്ദം അനുഭവിക്കുന്നു എന്നാണ്. സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം അശ്നുതേ.
അപ്പോൾ ഈ മനോബുദ്ധികളെയൊക്കെ അതിക്രമിച്ചിട്ടുണ്ടാവുന്ന ഈ ബ്രഹ്മാനന്ദം എങ്ങനെയാണെന്ന് അർജുനന് മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം നമ്മളെപ്പോലെയുള്ള ലൗകികന്മാർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ബുദ്ധി ഇത്തിരി കുറവാണ്, അപക്വമാണ് ബുദ്ധി. അപ്പോൾ അത് ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനുണ്ടാവില്ലല്ലോ എന്നൊക്കെയാണോ നീ ചിന്തിക്കുന്നതെങ്കിൽ അതിനാണ് ഇങ്ങനെ പറഞ്ഞത്. അവിടെ എത്തുമ്പോൾ നാം പരമാനന്ദം അനുഭവിക്കുന്നു എന്ന്. ഏത് വിഷയസ്പർശം വഴി നമ്മൾക്ക് പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ആനന്ദം എന്താണ്? അതിനെ നമ്മൾ പരമാനന്ദം എന്ന് വിളിക്കാറില്ല, സന്തോഷം എന്നേ വിളിക്കാറുള്ളൂ. അത് അല്പമായിട്ടുള്ളൊരു സുഖമാണ് തരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം ഈ ധ്യാനത്തിലൂടെ പടിപടിയായി ഉയർന്ന് ആത്മസാക്ഷാത്കാരം നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ആദ്യം യോഗി കർമ്മങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു, പിന്നീട് കർമ്മവാസനകൾ മുഴുവനായിട്ടും അവസാനിപ്പിക്കുന്നു. അങ്ങനെ കർമ്മങ്ങളും കർമ്മവാസനകളും മുഴുവനായിട്ട് ഒഴിഞ്ഞു കഴിഞ്ഞാൽ താനും പ്രപഞ്ചവും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ അഥവാ നിർവികൽപ്പ സമാധിയാണ് നമ്മൾ പറഞ്ഞത്. അതിന് ശേഷം എങ്ങാനും ഭൗതിക ലോകത്തിൻ്റെ ചിന്ത വന്ന് കുറച്ച് തിരിച്ച് ഭൗതിക ലോകത്തിലേക്ക് വന്നാൽ പോലും തിരിച്ചു പോയിട്ട് വീണ്ടും ആ പഴയ സ്ഥിതിയിൽ തന്നെ എത്താനായിട്ട്, അതായത് ഈ ധ്യാനത്തിലേക്ക് തന്നെ എത്താനായിട്ടുള്ള ഒരു കഴിവും കൂടെ അവർക്ക് കിട്ടുന്നു. അത് ഈ സവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിയന്ത്രിച്ച് വയ്ക്കുകയാണ്. ഇപ്പം നമുക്ക് അഥവാ ഭൗതികതയിലേക്ക് തിരിച്ചു വന്നാൽ പോലും ഒരു യോഗിക്ക് തിരിച്ച് തൻ്റെ അവസ്ഥയിലേക്ക് തന്നെ നീങ്ങാനായിട്ട് സാധിക്കും. ആ ആനന്ദം ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്, അനുഭവിച്ചു മാത്രമേ അറിയുള്ളൂ. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു കറി വെച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് നമുക്ക് രുചിച്ച് തന്നെ നോക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അതേപോലെ ഇത് അനുഭവിച്ച് തന്നെ അറിയണം, എന്നാലേ നമുക്ക് ആ ആനന്ദം എത്രയ്ക്കുണ്ട് എന്നുള്ളത് ബോധ്യമാവൂ. ഇനി 29ാമത്തെ ശ്ലോകം. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശന. മലയാളം. എല്ലാം തന്നിലടങ്ങുന്നു താൻ എല്ലാറ്റിലും ഈ വിധം കാണുന്ന യോഗി താനല്ലോ നൂനം സമത കാണുവോൻ. യോഗയുക്താത്മാ, ചിത്തത്തെ ആത്മാവിൽ ഉറപ്പിച്ച ഒരു യോഗി, സർവത്ര സമദർശനഃ, എല്ലാം ബ്രഹ്മമയമാണെന്നറിഞ്ഞ്, ആത്മാനം സർവഭൂതസ്ഥം, ആത്മാവിനെ സർവചരാചരങ്ങളിലും, സർവഭൂതാനി ആത്മനിച്ച ഈക്ഷതേ, സർവചരാചരങ്ങളെ ആത്മാവിലും കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ആത്മാവിനെ സർവചരാചരങ്ങളിൽ കാണുന്നു, സർവചരാചരങ്ങളെ ആത്മാവിലും കാണുന്നു. അപ്പോൾ മനുഷ്യനെ പരിപൂർണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഭഗവത്ഗീതയിലെ ഒരു തത്വം എന്ന് പറയണത് തന്നെ. അത് അർജുനന് എത്രയും മനസ്സിലാക്കാൻ കഴിവ് കുറവുണ്ടോ അത്രയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും വീണ്ടും പറഞ്ഞ നമ്മളിതിന് മുന്നേയുള്ള ചാപ്റ്ററുകളിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം തന്നെയാണ് ഇവിടെയൊക്കെ വരുന്നത്. കാരണം ഇത് അർജുനൻ്റെ തലയിൽ എത്തണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു യോഗി ഈ ലോകം മുഴുവനും ഞാനാണ് ഈ ലോകം എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ഈ ലോകം മുഴുവനുമാണ്, രണ്ടും ഒന്ന് തന്നെ. ഞാനാണ് ഈ ലോകത്തെ, അങ്ങനെ എല്ലാറ്റിലും സമദർശിത്വമാണ്, എല്ലാം ഒരുപോലെ കാണുകയാണ്. ഇത് നമ്മളിതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ജാതിയില്ല, മതമില്ല, അങ്ങനെയുള്ള യാതൊന്നുമില്ലാതെ എല്ലാവരും ഒരേപോലെ തന്നെ കാണുന്നു. ഏത് ജാതിയിൽപ്പെട്ട് ബ്രാഹ്മണൻ കുലത്തിൽ ജനിച്ചുകൊണ്ട് ബ്രാഹ്മണനാവണം എന്നില്ല, അവരുടെ പ്രവൃത്തിയാണ് അവരെ ബ്രാഹ്മണനാക്കുന്നത്. ഇതൊക്കെ മുന്നേയുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്കും കൂടെ ഭഗവാൻ ഇങ്ങനെ ഒരവസ്ഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സമദർശിത്വം മനസ്സിലാക്കി തരാനാണ് ഈ ശ്ലോകത്തിൽ
ശ്രമിക്കുന്നത്. നമ്മളിതിനു മുന്നേ പറഞ്ഞു, ഒരു മൺപാത്രം ഉണ്ടാക്കുന്നു. എന്താണ് അതിൻ്റെ ബേസ്? എന്താണ്? മണ്ണാണ്. അപ്പം മണ്ണിൽ നിന്ന് പല പല പാത്രങ്ങൾ, വൈവിധ്യമാർന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ പല യൂസിനുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങൾ ഉടലെടുക്കുന്നു. പക്ഷേ എല്ലാം ഏതിൽ നിന്നാണ് ഉണ്ടാക്കിയത്? മണ്ണിൽ നിന്നാണ്. അതേപോലെ തന്നെ സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. കടലിലെ അലകൾ വരുന്നു. ഓരോ അലയും രണ്ടാമത്തെ തിരമാലയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇതിൻ്റെ ബേസ് എന്താണ്? കടൽ വെള്ളമാണ്. അപ്പോൾ ഇതെല്ലാറ്റിൻ്റെയും ബേസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതാണ് എല്ലാറ്റിൻ്റെയും സത്തയായിട്ട് ആധാരമായിട്ടും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വർത്തിക്കുന്നത് പരമാത്മാവാണ്. ശരീരം കൊണ്ട് നമ്മൾ ബാഹ്യമായിട്ടുള്ള വിഷയങ്ങളെല്ലാം സ്വീകരിക്കുന്നു. മനസ്സുകൊണ്ട് മറ്റുള്ളവരുടെ ദുഃഖം, സങ്കടം, ദേഷ്യം, സന്തോഷം അങ്ങനെയുള്ള വികാരങ്ങളെ എടുക്കുന്നു. ഇനി ബുദ്ധി കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് വിചിന്തനം ചെയ്യുന്നു. അപ്പം ഈ ശരീരം, മനോബുദ്ധികളെല്ലാം അതിക്രമിച്ച് ഒരവസ്ഥയിലെത്തുമ്പോഴാണ് ഒരു സാധകൻ ആത്മസ്വരൂപത്തിലേക്ക് ഉണരുന്നത്. ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാം ആത്മമയമായിട്ട് അനുഭവപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൽ നിന്നാണ് പാത്രങ്ങൾ ഉണ്ടായത്. ഇപ്പം മണ്ണാണ്, അതാണ് അതിൻ്റെ ബേസ്. അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാതും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു അവസ്ഥ എത്തും. അപ്പം നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ എത്തുന്ന ഒരു ആത്മജ്ഞാനിയാണ് ഒരു സമദർശി എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമദർശി ആത്മാവിനെ എല്ലാ ചരാചരങ്ങളിലും കാണുന്നു, എല്ലാ ചരാചരങ്ങളെയും ആത്മാവിലും കാണുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മണൻ, ചണ്ടാലൻ, അല്ലെങ്കിൽ പശുപക്ഷി മൃഗാദികളാണെങ്കിലും ഇത് പശുവാണ്, ഇത് നായയാണ്, അങ്ങനെയൊന്നും ഒരു വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ. അങ്ങനെ ദർശിത്വം നേടിക്കഴിഞ്ഞ ഒരാളുടെ കഴിഞ്ഞാൽ ഇനി എന്താണ് ഇതിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് 30ാമത്തെ ശ്ലോകത്തിലാണ് വിവരിക്കുന്നത്. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. മലയാളം: എല്ലായിടവും എന്നെ കാണുന്നതെല്ലാം കാണുന്നിതെന്നിലും, നശിക്കാ ഞാൻ അവനെന്നും നശിക്കില്ല എനിക്കുമേ. യഹ സർവത്ര മാം പശ്യതി, ആരാണോ എല്ലാറ്റിലും എന്നെയും എല്ലാം എന്നിലും കാണുന്നത്, സർവം മയി പശ്യതി തസ്യ അഹം ന പ്രണശ്യാമി, അവന് ഞാനോ എനിക്ക് അവനോ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. സചമേ ന പ്രണശ്യതി. അപ്പം അങ്ങനെ ധ്യാനാഭ്യാസം വഴി ഒരു സമദർശനത്തിൻ്റെ ഫലം എന്താണെന്നാണ് വിവരിക്കുന്നത്. ധ്യാനാഭ്യാസം വഴി ലക്ഷ്യത്തിലെത്തിയിട്ടുള്ള ഒരു യോഗി ഇപ്പോൾ ഒരു പരമാനന്ദത്തിലാണെന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. അപ്പോൾ ആരാണോ എല്ലാറ്റിലും, എല്ലാ സ്ഥലത്തും, എല്ലാ വസ്തുക്കളിലും എന്നെ കാണുന്നത്, എന്നിൽ തന്നെ എല്ലാറ്റിനെയും കാണുന്നത്, നേരത്തെ പറഞ്ഞതിനെ ഒന്നും കൂടെ മാറ്റി പറയുകയാണ്, വിശദീകരിക്കുകയാണ്. അങ്ങനെയുള്ള ആളാണ് യോഗി. അപ്പോൾ പരമാത്മാവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആത്മദർശനം നേടിയിട്ടുള്ള യോഗി എല്ലായിടത്തും തന്നെ പരമാത്മാവിനെ ദർശിക്കുന്നു. എല്ലാം പരമാത്മാവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ അവൻ എന്നുള്ള ഒരവസ്ഥ ഇല്ല. അവനിൽ നിന്ന് ഞാനും എന്നിൽ നിന്ന് അവനും ഒരിക്കലും വേർപെട്ട് പോകുന്നില്ല. അത് ഒന്നിൻ്റെ തന്നെ വേറൊരു രൂപം എന്നുള്ള പോലെ, നേരത്തെ മൺപാത്രത്തിൽ നിന്ന് പലതരം പാത്രങ്ങൾ ഉണ്ടാക്കുന്ന കഥ പറഞ്ഞ പോലെ തന്നെ ജീവാത്മാവും പരമാത്മാവും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്ന ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നു. ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ടുള്ള ധാരാളം മഹാപുരുഷന്മാർ അല്ലെങ്കിൽ മഹാത്മാക്കൾ നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം ദർശിക്കുന്നത് രണ്ടും രണ്ടായിട്ടാണ്.
നമ്മൾ സ്വപ്നം കാണുന്ന അതേപോലെയാണ്. സ്വപ്നത്തിൽ നാം എന്തെല്ലാം ഭംഗിയുള്ള സ്വപ്നമാണല്ലോ, എന്ത് ഭംഗിയുള്ള സ്വപ്നമാണ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നത്. ചിലപ്പം അതിലെ കഥാപാത്രങ്ങളോ അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളോ ഒരിക്കലും പിറ്റേ ദിവസം രാവിലെ വെളിച്ചാവുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്ന്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ധ്യാനാഭ്യാസം വഴി ഈ പരമാനന്ദം പോകിയ ഒരാൾക്ക് താൻ വേറെ ഈശ്വരൻ വേറെ എന്ന ഒരു ഭാവം ഇല്ലാതാവും. അപ്പം തൻ്റെ സ്വരൂപം തന്നെ മറന്നുപോയിട്ടുള്ള ഒരു ഈശ്വരനാണ് ജീവൻ. ആ ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയുമ്പോൾ അത് ഈശ്വരനായിട്ട് മാറുന്നു. ഇപ്പോൾ അഭിനയിക്കുകയൊക്കെ ആണെങ്കിൽ ഒരാൾ യാചകൻ്റെ വേഷം അഭിനയിക്കുന്നു. പക്ഷേ അയാൾ യാചകനാണോ? അല്ല. ഇതേ കാര്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. അവിടെ അഭിനയം മാത്രമാണ്. അയാൾ യാചകനല്ല എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾക്കത് മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ രണ്ടും രണ്ടായി കാണുന്നു. പക്ഷേ ഇത് ഒന്നാണ് എന്നുള്ളതാണ് സത്യം അർജുന എന്ന് ഒന്നുകൂടെ ഇവിടെ കൃഷ്ണൻ മനസ്സിലാക്കി കൊടുക്കുന്നു. നമ്മൾ 30 ശ്ലോകങ്ങളാണ് ചൊല്ലിയിരിക്കുന്നത്. ഇനി 31ാമത്തെ ശ്ലോകം അടുത്ത ദിവസം ചൊല്ലാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധി വാതാലയ വാസവിഷ്ണു.